ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരണമേ. ആമേൻ. ബൈബിളിലെ 66-ാമത്തെ പുസ്തകമായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, റെവലേഷൻ എന്ന പുസ്തകമാണ് നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ആരാണ് എഴുതിയതെന്നും എവിടെ വെച്ച് ആണ് എഴുതിയതെന്നും ആർക്കു വേണ്ടി എഴുതിയതാണ് എന്നും വിശുദ്ധ യോഹന്നാൻ തന്നെ വെളിപ്പാട് 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തവണ്ണം ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ബൈബിൾ ടൈമിലെ ഏഷ്യ മൈനർ അഥവാ ആസിയ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 7 പട്ടണങ്ങൾ ഇന്നത്തെ വെസ്റ്റേൺ ടർക്കിയിലാണ്. ഇന്നത്തെ റിപ്പബ്ലിക് ഓഫ് ടർക്കിയുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി ഈ പട്ടണങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 7 സഭകൾക്ക് ഉള്ള ദൂത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പെന്തിക്കോസ്ത് നാൾ മുതൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന, അതായത് ഉത്പ്രാപനം വരെയുള്ള എല്ലാ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രായോഗികമായ ദൈവവചനം പകരുന്നതാണ്. ഈ 7 സഭകളും ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലുള്ള 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഈ സഭകൾക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ നമുക്കും വളരെ പ്രായോഗികമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം കാണുന്നു. 7 സഭകൾക്കുള്ള എഴുത്താണ് 2-ഉം 3-ഉം അധ്യായങ്ങളിൽ നമ്മൾ വായിക്കും. എഫെസസിൽ നിന്നും 60 മൈൽ ഇൻലൻഡിൽ സ്ഥിതി ചെയ്ത സാർഡിസ് എന്ന സഭയുടെ ദൂതാണ് നമ്മൾ വെളിപ്പാട് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പഠിക്കുന്നത്. 6th സെഞ്ചുറിയിലെ ലിഡിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു സാർഡിസ് പട്ടണം. 6700 ഫീറ്റ് ഉയരമുള്ള ട്യൂമുലസ് മൗണ്ടൻസ് താഴ്വരയിൽ ഗഡീസ് റിവറിൻ്റെ തീരത്തുള്ള 1500 ഫീറ്റ് ഉയരമുള്ള കുത്തനെയുള്ള മതിലുകളാൽ വളയപ്പെട്ട ഒരു പീഠഭൂമി ആയിരുന്നു സാർഡീസ്. പട്ടണത്തിൽ കടക്കാൻ ഇടുങ്ങിയ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെ ഓവർ കോൺഫിഡൻസും ശ്രദ്ധക്കേടുകളും മൂലം ഈ പട്ടണം 2 പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. BC 546-ൽ ധനികനായ ക്രീസസ് എന്ന ചക്രവർത്തി അവിടം ഭരിച്ചിരുന്നു. ആസ് റിച്ച് ആസ് ക്രീസസ് എന്ന പറച്ചിൽ ചരിത്രത്തിൻ്റെ ഭാഗമായത് അങ്ങനെയാണ്. എന്നാൽ പേർഷ്യൻ എംപററായ സൈറസ് ആ പട്ടണം കീഴടക്കി. ആദ്യമായി ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ് നിർമ്മിക്കപ്പെട്ടത് ലിഡിയയിലാണ് എന്ന് പറയപ്പെടുന്നു. റോമ സാമ്രാജ്യകാലത്ത് വാണിജ്യപ്രധാനമുള്ള ഒരു സമ്പന്ന നഗരമായിരുന്നു ഇത്. പരവതാനി, ജുവലറി, വസ്ത്രം, ചായം അഥവാ ഡൈ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് ഈ പട്ടണം വളരെ പ്രസിദ്ധമായിരുന്നു. ബിംബാരാധന ഇവിടെ പ്രാചാരത്തിലായിരുന്നു. ഇന്ന് മോഡേൺ ടർക്കിയിലെ മനീസ പ്രൊവിൻസിലുള്ള സാർട്ട് എന്ന ചെറിയ പട്ടണമാണ് സാർഡിസ്. അവിടെ ആഡമസ് ടെമ്പിൾ, 4th century church, a large Jewish synagogue, an old Roman gymnasium ഇവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. സാർഡിസ് സഭയ്ക്കുള്ള ദൂത് നമുക്ക് ഒന്ന് എത്തി നോക്കാം. വെളിപ്പാട് 3-ാം അധ്യായം 1 മുതൽ 2 വരെ നമുക്ക് വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേറുണ്ടെങ്കിലും നീ മരിച്ചവനായിരുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക.
ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയായി കണ്ടില്ല. സാർഡിസ് സഭയെ കർത്താവ് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. 7 ആത്മാവ് ഉള്ളവൻ, 7 നക്ഷത്രം കയ്യിൽ പിടിക്കുന്നവൻ. ഇവിടെ 7 ആത്മാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ 7 വിധ സ്വഭാവങ്ങളും 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരുമാണ് കാണിക്കുന്നത്. സാർഡിസ് സഭയ്ക്ക് കർത്താവ് കൊടുത്ത ഏക അംഗീകാരം അവരുടെ പ്രവൃത്തികളെക്കുറിച്ചാണ്. അവരുടെ പ്രവൃത്തികൾ മൂലം ആത്മീയ സഭ എന്ന പ്രശസ്തിയും അധികാരവും അവർക്ക് ലഭിച്ചു. എങ്കിലും ഇവരെ മരിച്ച സഭ, ഒരു ഡെഡ് ചർച്ച് എന്നാണ് കർത്താവ് അഭിസംബോധന ചെയ്യുന്നത്. ഈ 7 സഭകൾക്കും ഓരോ മറുപേരുകൾ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എഫെസോസ് സഭയെ നമ്മൾ അറിഞ്ഞത് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട സഭയെന്നാണ്. സ്മിർന സഭ പീഡിത സഭ എന്ന് അറിയപ്പെടുന്നു. പെർഗമോസ് സഭ സാത്താൻ്റെ സിംഹാസനം എന്ന് അറിയപ്പെടുന്നു. തുയഥൈര വ്യാജസഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. സാർഡിസ് സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെഡ് ചർച്ച്. ഇനി അടുത്ത 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലദൽഫിയ. ആ ചർച്ചിൻ്റെ മറുപേര് ബ്രദർലി ലവ് എന്നാണ്, എ ഫെയ്ത്ത്ഫുൾ ചർച്ച്. 7ാമത്തെ ലവോദിക്ക ചർച്ചിനെ ലൂക്ക് വേം ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സർദീസ് സഭയ്ക്ക് കർത്താവ് കൊടുത്ത ഏക അംഗീകാരം അവരുടെ പ്രവൃത്തികളെക്കുറിച്ചാണ്. 2ാമതായി കർത്താവ് ഇവരോട് ഉണർന്നിരിപ്പാൻ പ്രബോധിപ്പിക്കുന്നു. മരിക്കാറായി എങ്കിലും അവർക്ക് ഇപ്പോഴും ഒരു ശേഷിപ്പുണ്ട് എന്നും അവരുടെ പ്രവൃത്തികൾ നല്ലതെങ്കിലും അത് ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളത് ആയിട്ട് കാണുന്നില്ല എന്നും കർത്താവ് അവരോട് പറയും. 3ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എഫെസോസിലെ സഭയോടെ അവരുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക എന്നാണ് ഇവരോടും പ്രബോധിപ്പിക്കുന്നത്. അത് അവർ അനുസരിക്കാതെ ഇരുന്നാൽ അപ്രതീക്ഷിത സമയത്ത് അവരുടെ മേൽ ന്യായവിധി വരുമെന്ന് ഉള്ള ഒരു മുന്നറിയിപ്പും കൂടി അവർക്ക് ഇവിടെ കിട്ടുന്നു. നമുക്ക് 4ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിൽ നിനക്ക് ഉണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ളയുടുപ്പും ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 4ാം വാക്യത്തിൽ ബാഹ്യമായിട്ടുള്ള കളങ്കങ്ങളിൽ നിന്നും വേർപാടുള്ള ഒരു ജീവിതം നയിക്കുന്ന തങ്ങളുടെ വിശുദ്ധി കാത്ത ഒരു ചെറിയ ശേഷിപ്പിനെ ഇവിടെ നമ്മൾ കാണുന്നു. ഇവിടെ കർത്താവ് അവർക്ക് 3 പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഒന്നാമതായി അവർ ലോകത്തിന് മാതൃകയായി യോഗ്യന്മാരായി വിശുദ്ധിയോടെ കർത്താവിനെ സേവിക്കുന്നു. 2ാമതായി അന്നത്തെ റോമക്കാരുടെ ആഘോഷങ്ങളിൽ വെള്ളയുടുപ്പ് വലിയ മാന്യതയെ കാണിച്ചിരുന്നു. എല്ലാ കാലത്തും ഒരു ചെറിയ ശേഷിപ്പ്, വേർപാടുള്ള ഭക്തിജീവിതം നയിക്കുന്നവരെ സഭകളിൽ കാണാം. ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ, ലോകമോഹങ്ങളെ അതിജീവിച്ച് ഉടുപ്പ് മലിനമാക്കാതെ വെള്ളയുടുപ്പ് ധരിക്കുന്ന ഇവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി, സ്വഭാവശുദ്ധിയുള്ളവരായി, ജീവൻ്റെ പുസ്തകത്തിൽ പേർ ഉള്ളവരായി, രക്ഷിക്കപ്പെടുന്ന ഓരോ മക്കൾക്കുമുള്ള നിത്യജീവൻ പ്രാപിക്കുന്നവരായിരിക്കും. സ്തോത്രം. യെശയ്യാവ് 61-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഇവർ മാനസാന്തരത്തിൻ്റെ ഉടുപ്പ് ധരിച്ച് നീതിയുടെ അങ്കിയാൽ പൊതിയുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും ഇവരുടെ പേരുകൾ കർത്താവ് മായ്ക്കുന്നില്ല. രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവമക്കൾക്കുമുള്ള നിത്യജീവൻ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് യെശയ്യാവ് 61:10 വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി
ഇടുവിച്ചിരിക്കുന്നു. വേർപെട്ട് ഒരു ജീവിതം നയിച്ച് ഒരു ശേഷിപ്പായി തീർന്ന സാർദിസ് സഭയിലെ വിശുദ്ധന്മാർക്ക് മൂന്നാമതായി കൊടുക്കുന്നത് സ്വർഗത്തിൽ പിതാവിൻ്റെയും ദൂതന്മാരുടെയും അധികാരവും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നു എന്നതാണ്. മറ്റ് എഴുത്തുകൾ അവസാനിപ്പിക്കുന്നത് പോലെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന വാക്യത്തിൽ സർദീസ് ലേഖനം അവസാനിക്കുന്നു. സഭയുടെ നവീകരണ സമയമാണ് സർദീസ് സഭ പ്രതിനിധീകരിക്കുന്നത് എന്ന് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന അടിസ്ഥാന ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത സമയങ്ങളാണിത്. എന്നാൽ മാനുഷികമായ പരമ്പരകളും ആർഭാടങ്ങളും ആചാരങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. പരിശുദ്ധാത്മ ശക്തി ഒരു ചെറിയ ശേഷിപ്പ് ആളുകൾ മാത്രമാണ് പ്രാപിച്ചത്. വേദപണ്ഡിതന്മാർ ചർച്ച് ഹിസ്റ്ററിയുടെ ഓരോ ഈ ഓരോ സഭയ്ക്കും നൽകുന്നു. എഫെസോസ് സഭ AD 33 മുതൽ 100 വരെയുള്ള വർഷങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത്. സ്മിർന സഭ 100 മുതൽ 312 AD വരെയാണ് സൂചിപ്പിക്കുന്നത്. പെർഗമോ സഭ AD 312 മുതൽ 590 വരെയുള്ള സമയങ്ങളാണ് കാണിക്കുന്നത്. തുയഥൈര സഭ AD 590 മുതൽ 1517 വരെയുള്ള സമയങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത്. സാർഡിസ് സഭ 1517 മുതൽ 1750 വരെയുള്ള സമയങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന 2 സഭകൾ, ഫിലദൽഫിയ സഭ 1750 മുതൽ ഏർലി 19th സെഞ്ച്വറിയിലുള്ള സമയത്തെ പ്രതിനിധീകരിക്കുന്നു. ലവോദിക്ക സഭ 19ാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ വരെയുള്ള സമയത്തെ പ്രതിനിധീകരിക്കുന്നു. സർദീസ് സഭയ്ക്ക് മതപീഡനങ്ങൾ ഉള്ളതായി ഇവിടെ പറയുന്നില്ല. അവർ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ ആയിരുന്നു. എങ്കിലും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവാശ്രയവും അവർക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ട് അവരുടെ സാൽവേഷൻ നഷ്ടപ്പെട്ടു എന്ന് അർത്ഥമില്ല. എങ്കിലും അവരുടെ സ്വയം ന്യായീകരണങ്ങളും പ്രവൃത്തികളുടെ നീതീകരണങ്ങളും ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ലാത്ത വിശ്വാസം മരിച്ചതാണ് എന്ന് ജെയിംസ് 2:26 നമുക്ക് വായിക്കാം. എന്നാൽ വിശ്വാസമില്ലാത്ത പ്രവൃത്തി മരിച്ചതാണ് എന്ന് സർദീസ് സഭയ്ക്കുള്ള കർത്താവിൻ്റെ സന്ദേശത്തിൽ റെവലേഷൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു. നമ്മുടെ സഭകൾ അവരുടെ പ്രവൃത്തികൾ മൂലവും സ്വയം ന്യായീകരണങ്ങൾ മൂലവും ലോകപരമായി പ്രസക്തി നേടിയിട്ടുണ്ട് എന്ന് വരാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സംഭാവനകൾ ഇതൊക്കെ നമ്മുടെ സഭകൾക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ സർദീസ് സഭയ്ക്ക് നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ആത്മീകത നഷ്ടപ്പെടുന്നു എങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഡെഡ് വർക്ക്സ് ആയി മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള സഭകളോട് കർത്താവ് പറയുന്നു. റെവലേഷൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തികളെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീകത നഷ്ടപ്പെടുന്ന ഏതെങ്കിലും സഭ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ കർത്താവ് അവരോട് ഇങ്ങനെ പറയുന്നു. ഇത് നമുക്ക് റെവലേഷൻ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. മാനസാന്തരത്തിൻ്റെ ഉടുപ്പ് ധരിച്ച് നീതിയുടെ അങ്കിയാൽ പൊതിഞ്ഞ് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി കാണപ്പെടുവാൻ നമുക്ക് സഭകളായിട്ടും കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ ലോകമോഹങ്ങളെ അതിജീവിച്ച് വെള്ളയുടുപ്പ് ധരിക്കുന്നവരായി, ഉടുപ്പ് മലിനമാക്കാതെ വിശുദ്ധ ജീവിതം നയിച്ച് മറ്റുള്ളവർക്കൊരു മാതൃകയായി, സ്വഭാവശുദ്ധിയുള്ളവരായി, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി ജീവിക്കുവാനുള്ള കൃപ ദൈവമേ നമ്മൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാർദീസ് സഭയുടെ സന്ദേശം ചുരുക്കമായിട്ട് നിർത്തുന്നു.